കൊല്ലം വാരിക്കളഞ്ഞില്ലെങ്കിൽ ഒരു ഉപകാരത്തിന് കൊള്ളില്ല. എന്തിനും ഞാൻ ചാടി ഇറങ്ങും, ഇല്ലെങ്കിൽ ഇക്കൊലത്തി കിടക്കും. അതെ അതെ. അങ്ങേക്ക് ഒന്നും ഇങ്ങടെ ഇറങ്ങിക്കൂടെ? നനഞ്ഞാൽ അലിഞ്ഞു പോകുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ട് മറിച്ചേനെ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ചൂടുവെള്ളം കണ്ടാൽ എന്തായാലും പേടിക്കുമല്ലോ. വെറുതെ കണ്ട പൂച്ചയുടെ കാര്യത്തിലേക്ക് ഇടപെട്ട് എന്തിനാ എന്റെ ശങ്കുണ്ണിയെ? നിക്കിവിടെ പണിയുണ്ട്. അല്ല, അന്നൊരു അബദ്ധത്തിൽ പെട്ടതാ. ഇതങ്ങനെ ആവരുത്. അടി പാഴ്സൽ വരും. വാ വന്നേ. എങ്ങനുണ്ട്? ഇത് പ്രമീള. സ്ഥലം എന്ന് വെച്ചാ നല്ല ഐശ്വര്യമുള്ള സ്ഥല. വളാഞ്ചേരി. കുടുംബം എന്ന് പറഞ്ഞാ നല്ല അസല് കുടുംബം. പിന്നെ ഇതൊക്കെ കൊണ്ടങ്ങോട്ട് ചെന്നാലേ ആട്ടും ശശി. അതൊക്കെ വലിയ കേസ്. ശശിന്റെ കാര്യം വിട്. പപ്പേട്ടൻ എന്തു തോന്നുന്നു? നിക്ക് തോന്നിയത് തന്നെയാ ഇപ്പൊ പറഞ്ഞത്. അതെ, കല്യാണക്കാരെ അന്വേഷിച്ച് ചെല്ലുമ്പോ ചെക്കൻ എന്താ ജോലി, ഏർപ്പാട് എന്നൊക്കെയാ ചോദ്യം. നമുക്കിപ്പോ എന്താ ഒന്ന് പറയാനുള്ളേ? അച്ഛനെ പറയാം, തറവാടും പറയാം. അല്ലാതെന്താ? ബിസിനസ് എന്ന് പറയണം. ഇന്നാട്ടിലെ എണ്ണം പറഞ്ഞൊരു ബിസിനസ്സുകാരനല്ലടോ എന്റെ അനിയൻ. അനിയന് ബിസിനസ്സും പണവും ഉണ്ടെന്ന് വിചാരിച്ച് ഏട്ടൻ ആരെങ്കിലും പെണ്ണു കൊടുക്കുവോ പപ്പേട്ട? ശങ്കുണ്ണി നായർ എന്താ ഈ പറഞ്ഞു വരണത്? എന്നെ ഇട്ട് ചുറ്റിക്കരുത്. ഇതന്നെ ഇപ്പൊ ഓടി ഒപ്പിച്ചതാ. പപ്പേട്ടന്റെ ഇന്നത്തെ നിലയ്ക്ക് ഇതൊക്കെ ചേരും. അത് ശരി. നിക്ക് പെണ്ണന്വേഷിക്ക. എന്നെ കുറിച്ചാണെങ്കി ഈ പറഞ്ഞതൊക്കെ ശരിയാ. ഒരാളും അത്ര പെട്ടെന്ന് പെണ്ണ് തരില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം ഞാൻ നേരത്തെ കണ്ട് ഏർപ്പാടാക്കി വെച്ചത്. എടോ പൊട്ട, ശശിക്ക് ഒരു പെണ്ണന്വേഷിക്കാനാ അധികാരി തന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് അധികാരി പിന്നെയും എടുത്തെടുത്ത് പറഞ്ഞാണല്ലോ ശശിയുടെ കൂടെ നടത്തേണ്ടിയിട്ടാണ് പത്മനാഭൻ നായർക്ക് ചേരുന്ന ഒന്നെന്ന്. എന്തു വെച്ചാ അധികാരി അങ്ങനെ പറഞ്ഞേ? എനിക്ക് തെറ്റിയോ? അധികാരിക്ക് തെറ്റിയോ? അതോ പപ്പേട്ടന് തെറ്റിയോ? നമുക്ക് രണ്ടാൾക്ക് തെറ്റിയതെന്ന് തോന്നുന്നു പപ്പേട്ട. എന്തൊക്കെയോ നടക്കണം നമുക്ക് ചുറ്റും, നമ്മൾ അറിയാതെ. ആരാ നമുക്കിടയില്? ആരാ വരാൻ? ഒക്കെ ലാഭത്തില് നിൽക്കും അച്ഛന്റെ കണക്കുകള്. അറിയാലോ അച്ഛന്റെ സ്വഭാവം. എന്തോ ഒന്ന് പറയാൻ ബാക്കിയുണ്ടല്ലോ നിനക്ക് എന്നോട് ഇപ്പോഴും. എനിക്കെന്താ പറയാൻ ബാക്കി? പണ്ടെന്നും പറഞ്ഞു തന്നെയുള്ളൂ. പക്ഷേ ആരൊക്കെയോ എന്തൊക്കെയോ. ശശിയേട്ടൻ ഇങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയില്ല. ശശിക്കുട്ടനോ? അച്ഛനോട് ആവശ്യപ്പെട്ടത് ശശിയേട്ടനത്രേ. അപ്പൊ അതെല്ലാള് പറഞ്ഞതൊക്കെ അച്ഛനൊക്കെ ഉറപ്പിക്കുമെന്ന് എന്റെ പേടി. എന്റെ ശശിക്കുട്ടന് അങ്ങനെ ഒരു ആഗ്രഹോ? ഓ, എന്തൊക്കെയാണ് എന്റെ ഈശ്വരന്മാരെ. സത്യാവല്ലേ? ഒരിക്കലും സത്യാവല്ലേ? എനിക്ക് പേടിയാവണം പപ്പേട്ട. എന്താ നമ്മൾ ചെയ്യണ്ടേ? പപ്പേട്ടന് പറഞ്ഞൂടെ ശശിയേട്ടനോട് അരുതെന്ന്? പറഞ്ഞൂടെ പപ്പേട്ട? പറയാം. ലോകത്ത് ആരോട് വേണമെങ്കിലും പറയാം. സർവ്വ ഈശ്വരന്മാരോടും പറയാം. പക്ഷേ എന്റെ ശശിക്കുട്ടൻ ആശിച്ചു പോയെങ്കില് ഞാൻ എന്താ ചെയ്യാ? എന്നാ എപ്പോഴാന്നൊന്നും അറിയില്ല. മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിയിട്ട് കാലം കുറയായി. ഏട്ടനോടും അമ്മയോടും പറയാഞ്ഞത് ഒരു ജോലിയും കൂലിയില്ലാതെ ഭാസ്കര മാമ തരില്ലാന്ന് അറിയണോണ്ട് തന്നെയാ. നേരാ, ഭാസ്കര മാമ അത് മാത്രമേ നോക്കൂ. ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണമെന്ന് വിചാരിച്ചതും അവളെ കൂടെ ആശിച്ചിട്ടാ.
ഒരുപാട് ഒരുപാട് ആശിച്ചുപോയി അല്ലേ ശശികുട്ട? എന്തേ? ഏയ് ഒന്നുമില്ല. മനസ്സല്ലേ, ആശിച്ച പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ വല്ലാതെ വേദനിക്കും, വല്ലാതെ. പ്രത്യേകിച്ച് ഒരുപാട് ആശിച്ചൊരു പെണ്ണിനെയൊക്കെ കിട്ടാതെ പോവാന്ന് പറഞ്ഞ എങ്ങനെ സഹിക്കുക? അതുകൊണ്ടാ ഭാസ്കര മാമയോട് ഞാൻ തന്നെ. നന്നായി. അവളച്ച പാവ, നല്ലൊരു നിലയ്ക്ക് എത്തേണ്ടവള് തന്നെയാ. ഇത് തന്നെയാ നന്നായത്. നിന്റെ കൂടാവുമ്പോ പിന്നെ ഇന്ന് ഈശ്വരൻ സഹായിച്ചിട്ട് ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കാൻ പറ്റും. അത് തന്നെയല്ലേ വേണ്ടത്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഏട്ടന് ചിലപ്പോ ഇഷ്ടാവൂലെന്ന്. ആ, നിന്റെ ഇഷ്ടത്തിനപ്പുറത്ത് ഏട്ടനൊരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഉണ്ടോ കുട്ടാ? ചെറുപ്പം തൊട്ട് ഇങ്ങനൊരു ബന്ധം നമ്മുടെ അച്ഛനും ഇഷ്ടാവില്ല ഏട്ടാ. രാധിക ഈ വീട്ടിലേക്ക് വരണമെന്ന് അച്ഛൻ ഒരുപാട് ആശിച്ചിരുന്നു എന്നല്ലേ അമ്മ പറയാറ്. ഇഷ്ടാവും, അച്ഛനും ഇഷ്ടാവും. പിന്നെ ഒന്നും അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോണ്ട. അപ്പോ ഏട്ടന്റെ കല്യാണക്കാര്യം ആ, അത് നോക്കണുണ്ട്. ഒത്തുവരണ്ടേ? നീ പോയി കിടന്നോളൂ. പപ്പേട്ട നോക്കി നോക്കിയിരുന്നു, വന്നില്ല പപ്പേട്ടൻ. ഇനി ഞാനവിടെ. നീ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ശശിയേട്ടനോട് പറഞ്ഞില്ലേ, നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്. കുടുംബത്തിന് തീരെഴുതി പോയതാ എന്റെ ജീവിതം. കുട്ടിക്കാലത്തൊരു മിഠായിക്കോ കളിപ്പാട്ടത്തിനോ ശശികുട്ടൻ വാശി പിടിച്ച കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഇത്രയും പോറ്റി വളർത്തിയിട്ട് അവന്റെ ഒരു ആശയുടെ വഴിയില് വിലങ്ങതിരിയായി നിൽക്കുന്ന ഏട്ടനാവണിലും നല്ലത് മരിക്കണത് എനിക്ക്. അപ്പൊ ഞാൻ ഈ വേദന അതെന്നും ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനയാണ്. സുഖവും സൗകര്യങ്ങളും നല്ല വീടും കാറും വർണ്ണക്കുപ്പായങ്ങളും ഒന്നും ഉണ്ടാവില്ല പത്മനാഭന്റെ ജീവിതത്തിൽ. ഇഷ്ടത്തിന്റെ ആവേശങ്ങൾ കെട്ടടങ്ങുമ്പോൾ തെറ്റായിരുന്നു എന്ന് തോന്നും തീരുമാനങ്ങളൊക്കെ. കാലം കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു എന്ന് മനസ്സിലാവും. ഞാനും എൻ്റെ സ്നേഹവും മറന്നേ പറ്റൂ. ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്ത പോലെ മറന്നേ പറ്റൂ. പപ്പേട്ടൻ എന്നും പപ്പേട്ടന്റെ മനസ്സിലാ ജീവിച്ചത്. അറിഞ്ഞില്ല, എന്റെ മനസ്സൊട്ടും അറിഞ്ഞില്ല. അതാ ശരി. നിന്റെയല്ല, എന്റെ കുറ്റം കാണുക. വെറുക്കാൻ പറ്റും, വെറുത്താ മതി, പിന്നെ മറക്കാൻ എളുപ്പമാ. പറഞ്ഞു പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കാ പപ്പേട്ടൻ. ഒരിക്കലുമല്ല. വിധിയാന്ന് മനസ്സിലാക്കും. നിന്നു കൊടുക്കുക. ഇതൊന്ന് തീർന്നു വിടന്ന് പോകുവോളം ഇങ്ങനെ നിന്നു കൊടുക്കുക. പപ്പേട്ടന് ജീവിതം അതാ പഠിപ്പിച്ചത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ തീരുമാനിച്ചതും. ഒരു പപ്പേട്ടൻ ഉണ്ടാവാൻ പാടില്ല നിന്റെ മനസ്സിൽ. മറന്നേക്കുക. പപ്പ, ഉറക്കം വരണില്ലേ നിനക്ക്? ഞാൻ കിടന്നിട്ട് അമ്മ ഉറങ്ങിയില്ലേ? നിന്റെ അമ്മയാ ഞാൻ. ആർക്ക് മനസ്സിലായില്ലേലും പെറ്റതല്ലേ അറിയാതെ പോവില്ല മക്കളുടെ മനസ്സ്.
നീ പറയാറില്ലേ അച്ഛനോട് മറുപടി പറയേണ്ടി വരുന്ന നിന്റെ കാര്യത്തില് അത് ഞാൻ പറയേണ്ടി വരും. ഏത് തീയ നിന്റെ ഉള്ളില്, എനിക്കതറിയണം. ഇവിടെ ഒരു കല്യാണവും വേണ്ട, ആഘോഷവും വേണ്ട. എന്റെ മോന്റെ ഉള്ളിൽ ഒരുക്കിയിട്ട്. അമ്മ ഇതെന്തൊക്കെയാ പറയണേ? കുട്ടിക്കാലത്ത് ആര് കാണിക്കണ വികൃതിക്കും നിനക്കായിരുന്നു എന്റെ കൈകൊണ്ട്. ഇത്രയും വളർന്നിട്ടും അമ്മയ്ക്ക് അങ്ങനെ പറ്റിയ അച്ഛനല്ല, ഈശ്വരന്റെ അമ്മയോട് പൊറുക്കില്ല മോനെ. ശശിയുടെയും രാധികയുടെയും കല്യാണം നടക്കാൻ പാടില്ലാത്തതാണോ? നിങ്ങൾ തമ്മില് എന്തേലും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മേ, ഇതെന്താ ഇങ്ങനെയൊക്കെ? ശശികുട്ടൻ കെട്ടാൻ പോണ പെണ്ണാവള്. കെട്ടാൻ പോണല്ലേ ഉള്ളൂ. എനിക്കറിയേണ്ടത് നിന്റെ മനസ്സില്. ഞാൻ പറയണത് അമ്മയൊന്ന് കേക്ക്. എല്ലാവരും എല്ലാം നിശ്ചയിച്ചുറച്ചു. അവന്റെ മനസ്സിലും ഇന്നിപ്പോ അവള് മാത്ര. നാളെ അവനെ വിളിച്ച് അമ്മ പറയോ അവളെ കെട്ടണ്ടെന്ന്? പറയാൻ പറ്റുമോ? അതോടെ ഈ വീടും കുടുംബവും മൂലക്കല്ലിളകി കീഴ്മേൽ മറയണത് കാണണോ അമ്മയ്ക്ക്? അമ്മ പെറ്റ മക്കള് രണ്ടും ഒരു പെണ്ണിന്റെ പേരിൽ തമ്മിൽ കടിച്ചു കീറിന്ന് അങ്ങാടിയിലുള്ളവർക്ക് പാടാൻ പാട്ടുണ്ടാക്കി കൊടുക്കണോ വടക്കെടുത്തുനിന്ന്? എനിക്കിപ്പോ അങ്ങനെ ഒന്നുമില്ലെന്ന് എന്റെ അച്ഛനെ സത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്റെ അമ്മ അത് കേട്ട് വിശ്വസിക്കുക. ഇക്കാര്യം ഇന്ന് രാത്രി പറഞ്ഞു തീർന്നല്ലാതെ നാളെ ആരെങ്കിലും ഒന്നും മിണ്ടിയെന്ന് കേട്ട പിന്നെ ഈ പപ്പനെ കാണില്ല. ഒരു കുടുംബം ഇത്. കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ച് മരിച്ചുപോയ വിശ്വനാഥൻ നായരുടെ കുടുംബം. അമ്മയ്ക്ക് പറയാൻ എന്നോട്, നിക്ക് പറയാൻ എൻ്റെ അമ്മയോട്.